നമസ്കാരം. അസമിലെ കോൺഗ്രസ് പാളയത്തിൽ ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് പ്രമുഖ നേതാവും നാഗോൺ ലോക്സഭാ എംപിയുമായ പ്രദ്യുത് ബോർഡോലോയ് ബിജെപിയിൽ ചേർന്നു. 30 വർഷം കോൺഗ്രസിനെ തോളിലേറ്റിയ കരുത്തനായ നേതാവ് ആ തകരുന്ന കപ്പൽ ഉപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും വികസന രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് അസം രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും സംസ്ഥാന ബിജെപി അധ്യക്ഷൻ ദിലീപ് സൈക്കിയുടെയും സാന്നിധ്യത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് അദ്ദേഹം ബിജെപി അംഗത്വം സ്വീകരിച്ചത്. മുൻ അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറയ്ക്ക് പിന്നാലെ പ്രദ്യുത് ബോർഡോലോയിയും ബിജെപിയിലെത്തിയത് കോൺഗ്രസിനേറ്റ മരണാഘാതമാണ്. 2 തവണ എംപിയും 4 തവണ MLAയും മുൻ മന്ത്രിയുമായിരുന്ന അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ബിജെപിക്ക് വലിയ മുതൽക്കൂട്ടാവും. ബിജെപിയിൽ ചേരുന്ന നേതാക്കൾക്ക് അർഹമായ ബഹുമാനം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ് മുതിർന്ന നേതാക്കളെ പോലും ആകർഷിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വജ്രായുധമായ ഡിസ്പൂർ മണ്ഡലത്തിൽ നിന്നും ബോർഡോലോയി ജനവിധി തേടുമെന്നാണ് സൂചന. 30 വർഷത്തെ ബന്ധം ബോർഡോലോയി ഉപേക്ഷിച്ചത് കോൺഗ്രസിന്റെ നയങ്ങളോടുള്ള കടുത്ത അമർഷം മൂലമാണെന്ന് വ്യക്തം. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭരണത്തിന് കീഴിൽ അസം കൈവരിച്ച ഐതിഹാസികമായ മുന്നേറ്റമാണ് നേതാക്കളുടെ ഈ കൂട്ടായ കുടിയേറ്റത്തിന് പിന്നിൽ. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസമിലെ 126 സീറ്റുകളിലും താമര വിരിയിക്കാനുള്ള ആവേശത്തിലാണ് ബിജെപി പ്രവർത്തകർ. കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമായതോടെ മെയ് 4 വോട്ടെണ്ണുമ്പോൾ അസമിൽ ബിജെപി ചരിത്ര വിജയം നേടുമെന്ന് ഉറപ്പായി. വികസനവും സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്ന അസം ജനതയ്ക്ക് മുന്നിൽ കോൺഗ്രസ് വെറും നിഴൽ മാത്രമായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.